അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ അമ്മയും മകളും സൈനൈഡ് കഴിച്ച് മരിച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. 2-3 ദിവസം കൊണ്ട് ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ഷിംജിതയുടെ വിഷയങ്ങൾ, പിന്നെ രേണു സുധി, ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു കാര്യം കാണാൻ ഇടയായത്. പക്ഷേ എനിക്ക് തിരക്കുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം, അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഒരു ഗേ ആണ്. സത്യം പറഞ്ഞാൽ അവന് ആണുങ്ങളോടാണ് കൂടുതൽ താല്പര്യം കാര്യങ്ങളൊക്കെ. 6 വർഷം ഇവന് വേണ്ടി കാത്തിരുന്ന ആ പെണ്ണിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ കൊച്ചിപ്പ അത് ചെയ്തതെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. പെണ്ണും പെണ്ണിന്റെ അമ്മയും. ഓക്കെ, അപ്പം മരിക്കുന്നതിന് മുമ്പ് അവരുടെ തൊട്ടടുത്തുള്ള അസോസിയേഷനിലൊക്കെ വിളിച്ച് അവർ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അവർ ഈ സൈനൈഡും കാര്യങ്ങളും മരിക്കുകയൊക്കെ ചെയ്തത്. സൈനൈഡും കാര്യങ്ങളും എടുത്ത് കഴിച്ചവർ മരിക്കുകയുണ്ടായി. 1 മാസം മുമ്പാന്ന് തോന്നുന്നു ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചത്. ഇപ്പം അതും ഒരു ചെറിയൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. പുള്ളിക്കാരൻ്റെ ആണ് ഈ സൈനൈഡ് എടുത്തിട്ടാണ് അവർ കഴിച്ചതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും കുന്തറ പോലീസ് സ്റ്റേഷനിലോട്ട് അസോസിയേഷനിലെ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇന്ന പോലൊരു സംഭവമുണ്ട്. അവരെ SHO ഒക്കെ വന്ന് ചവിട്ടിപ്പൊളി ചാകത്ത് കയറിയപ്പോഴത്തേക്ക് 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഉണ്ണികൃഷ്ണൻ്റെ കാര്യമാണ് ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് അവനെ മുമ്പേ ഇത് പൊക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, 6 വർഷത്തെ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. 10-25 ദിവസം മാത്രം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ അദ്ദേഹം ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങോട്ട് ഒരു എന്താ പറയുക, ഇതൊക്കെ കേൾക്കുമ്പം ഇതെങ്ങനെ പോസിബിൾ ആവുമെന്ന് ആലോചിക്കുന്നു. 10-25 ദിവസം ജീവിച്ചെന്ന് പറയുന്നു. പിന്നെ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നിറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളൊരു പെണ്ണ് എന്തിനു വെയിറ്റ് ചെയ്ത് നിന്നു? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിനു നിന്നു? പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പെണ്ണിൻ്റെ അമ്മയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കസിൻ്റെ മരണ വീട്ടിൽ, ചെക്കൻ്റെ കസിൻ്റെ മരണ വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മയും മോളെയും കൂടെ അദ്ദേഹം ഇൻസൾട്ട് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അവൻ ഗേ എന്ന് മനസ്സിലാവുന്നതും. പിന്നെ അവൻ്റെ സൈറ്റ് അറിയാലോ, പ്രോം സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കെല്ലാം അതുപോലത്തെ വീഡിയോസുകളാണ് അവൻ കൂടുതൽ കാണുകയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ കുറേ വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെയാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തുകൊണ്ട് ആ പെണ്ണ് ഇത്ര നാളിൽ നിന്നു? ഇഷ്ടം കൊണ്ടാണോ? കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കിടപ്പുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തുമായിട്ട് ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊക്കെ പോവാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്, ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ അവൻ അയർലാൻഡിലായിരുന്നു. ഈ പെണ്ണിന് അങ്ങോട്ട് പോകാനുള്ള കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുന്ന ഒരു സൈഡുണ്ട്. ഇനി അവിടുത്തെ വല്ല വിസ കിട്ടാൻ വേണ്ടിയാണോ, അങ്ങനെയും കുറേ സംസാരിക്കുന്നുണ്ട്. പലതാണ് സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഈ സൈഡിൽ ഇങ്ങനെ കല്യാണ വീഡിയോ വെച്ചിട്ടുണ്ട്. അവരുടെ കല്യാണ വീഡിയോയും കൂടി ഇപ്പോൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഞാനെന്ന് വെച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറവാണെന്നുള്ള രീതിയിൽ ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നി. ഇവൻ ആ ഗേ ആണ്, പക്ഷേ ഇത് ഇവരോട് പറയാൻ ചിലപ്പോൾ ഇവന് മടി ഉണ്ടായിരിക്കാം. ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പം വെറുപ്പിച്ചിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചതാണോ? ഓക്കെ, അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ എന്നാലും ഈ പെണ്ണ് ഇത്ര നാൾ എന്തിനു വെയിറ്റ് ചെയ്തു? 10-25 ദിവസം മാത്രം ജീവിച്ചെന്ന് പറയുന്നു. അങ്ങനെ കൂടുതലായിട്ട് എന്താ പറയണ്ട, വിളിക്കാറില്ല, സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേ എവിടെയോ ഇപ്പം 2 പേരുടെ ഫോൺ സെർച്ച് ചെയ്യണം, 2 പേരുടെ. അപ്പം അവൻ്റെ എന്തായാലും ഇതിട്ടുണ്ട്. പഠിച്ചു പോയ പെൺകുട്ടിയുടെ ആണെങ്കിൽ പോലും നോക്കേണ്ട ഒരു ഇതുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഇന്നത്തെ ന്യൂസ് നോക്കാം. അതിശയോക്തിയൊന്ന് തോന്നുമെങ്കിലും ഗ്രീമയുടെ ബന്ധുക്കൾ ഉണ്ണികൃഷ്ണന് നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രീമ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ, മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചിലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ്. PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു. ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു. അയാൾ PhD പൂർത്തിയാക്കാൻ റാങ്ക് ഹോൾഡർ, IIT റാങ്ക് ഹോൾഡർ എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞത്. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു അവകാശതാബോധം, ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അവകാശതാബോധം ഉണ്ട്. അതിനുശേഷം വീട്ടുകാരുടെ പറച്ചിലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണ് ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം.
ഈ ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവൻ്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി. ഇവൻ ഈ ആൺ സൗഹൃദങ്ങളിലോട്ട് പോകുന്തോറും അതിനൊരു റീസണായിക്കൊണ്ട് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത്. ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ. ഇപ്പോൾ പുള്ളിയുടെ അമ്മയ്ക്ക് ഉണ്ണിയെടുത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മക്കളുടെ കാര്യത്തിൽ ഈ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. മക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു നല്ലൊരു എല്ലാവരെയും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അത്യാവശ്യം നല്ല സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പയ്യനെ വിദ്യാഭ്യാസമുള്ളതാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് മൊത്തം വാരിക്കൂരി അങ്ങ് കൊടുത്തും 200-300 പവനൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തങ്ങ് കെട്ടിച്ചു വിടും. എന്നിട്ട് ആൾക്കാർ പോയി ഒരു ഞെളിഞ്ഞൊരു നിപ്പൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, വലിയ സംഭവമല്ലേ. കെട്ടിച്ചു വിടുമ്പോഴാണ് ഇതുപോലുള്ള ഏതെങ്കിലും കിഴങ്ങന്മാരുടെ അടുത്തായിരിക്കും കെട്ടിച്ചു വിടുകയൊക്കെ ചെയ്യുന്നത്. പോയപ്പോൾ ആർക്ക് പോയി? 6 വർഷം നമ്മളിപ്പം ഉണ്ടാക്കിയ വിദ്യാഭ്യാസം ഒക്കെ എവിടെ പോയി? അന്നേരത്തിലെ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന എല്ലാവരും ഒരു കുഴപ്പമുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് പൈസയും കാര്യങ്ങളും ഉണ്ട്. ഒരു മോളുണ്ടെങ്കിൽ ഓക്കെ, വലിയ നിലയിലാണ്, വലിയ വിദ്യാഭ്യാസം, അത് ഓക്കെ, മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എത്ര പേര് ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുന്നുണ്ടെന്നറിയാം. എത്ര പേര് ഇങ്ങനെ 3G ആയിട്ട് ലൈഫ് കൊണ്ടുപോയ ടീംസുകളുണ്ടെന്നറിയാം. എത്ര ഇതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളുമുണ്ട്. അവരിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് കല്യാണം കഴിക്കാതെ വീട്ടുകാർ പറയുന്ന കൂട്ടുകാരത്തിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചിട്ട് പാവങ്കേ സീരിയസ്ലി അവസാനം അത് ഡിവോഴ്സായി കഴിഞ്ഞപ്പോഴും വീട്ടുകാർ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല, മോള് നല്ലൊരു ഭാവിയാണ്, നല്ലൊരു ബന്ധം ഇപ്പോൾ വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമൊന്നുമില്ല, വലിയ നിലയിലാണ്, മോക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈ പെൺകുട്ടിക്കാണെങ്കിൽ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അവള് ഫസ്റ്റ് ഒരു റിലേഷൻ പോയി, സെക്കൻഡിലോട്ട് വന്നപ്പം ഇത്ര വർഷം ഇങ്ങനെ ഇരുന്നപ്പോൾ വീട്ടുകാർക്ക് ടെൻഷൻ, മോടെ ഭാവി പോവും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അമ്മ അച്ഛൻ സെന്റിമെന്റ്സ് ഇറക്കുമല്ലോ. പിന്നെ വീണ്ടും ചെന്നിട്ട് ഓരോ കുടുക്കിലോട്ടൊക്കെ ചാടുമ്പോൾ പിന്നെ ചാടും. ചാടുമെന്നല്ല, ഇത് ചെന്ന് ചാടി ഇങ്ങനെ ഇപ്പം എന്താ പറയണ്ടേ, ചെറുതാൻ്റെയും കടലിലായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്ന ഒരു അടിമയായിട്ടുള്ള രീതിയിൽ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുറമേ കാണുമ്പോൾ വലിയ ബന്ധം, അത്യാവശ്യം പൈസയുണ്ട്, സെറ്റപ്പ്, അവരൊക്കെ ജീവിക്കുന്ന കണ്ടില്ലെന്ന് ആൾക്കാർ പറയും. പക്ഷെ അകത്തെന്തുവാ പുട്ടുപിട്ടിക്കാതിരിക്കുന്ന അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില ആൾക്കാർ ചില പെണ്ണുങ്ങൾക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തലയിൽ കയറി നടക്കുന്ന കുറേ എണ്ണമുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുന്ന നല്ലത് പോലും ചിലപ്പോൾ ആലോചിച്ച് പോകുന്ന കുറേ ഇതാണ്. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ, ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ചിലവരൊക്കെ ഇഷ്ടം കൊണ്ട് ഓരോ വ്യക്തിയുടെ വാക്കും കേട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അവിടെ ചെന്നിട്ട് അടിമപ്പണിയായിട്ട് നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. അവസാനം എൻ്റെ വീട്ടിലൊന്ന് പോയാൽ മതി എന്ന് ആലോചിക്കുന്നവരുണ്ട്. വീട്ടിൽ ചെന്നാലാ അച്ഛൻ അമ്മ ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തുവോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കുറേ ആൾക്കാർ. സത്യം പറയാലോ, ഉള്ള സമയം കൊണ്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കാൻ നോക്കുക. ജോലി ഉണ്ടാക്കി സ്വന്തം കാലം നിൽക്കാൻ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത്യാവശ്യം സേവിങ്സ് ചെയ്യാൻ നോക്കുക. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ പഴയ കാലമൊന്നുമല്ല, നല്ല രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കി കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ അടുക്കള പണിയിലോട്ട് നിൽക്കേണ്ട ഒന്നും കാലമല്ല ഇപ്പം. നമ്മൾ സ്വന്തമായിട്ട് ഒരു എന്താ പറയുക 10 പൈസ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സേവ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം കഴിഞ്ഞിട്ട് മതി കല്യാണം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കരങ്ങേശ്വരന്മാർക്ക് കെട്ടിച്ചു കൊടുത്ത ജീവിതം സ്നേഹം കാണും. അത് കണക്ക് ഗ്രീമയുടെ അമ്മയ്ക്കും ഗ്രീമയുടെ അടുത്തൊരു സ്നേഹം കാണും, അച്ഛനും കാണും, സഹോദരങ്ങൾക്കും കാണും. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ഈ ഉണ്ണി അവളെ അയർലൻഡിൽ കൊണ്ടുപോകാൻ സമ്മതമായിരുന്നു. അമ്മ വിട്ടില്ലെന്നാണ് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അവൾ ഈ ഒരു പാസ്പോർട്ട് നമ്മളെ കയ്യിലുണ്ട്. നിശ്ചയം കഴിഞ്ഞ് 7/5/2019 പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണത്. ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല, പോയില്ല. ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്, കല്യാണം കഴിച്ച ഒരു കുട്ടി. അമ്മ വിട്ടില്ല, പോയില്ല എന്ന് പറയണത് ഇത് സ്കൂളിലെ കഥകളൊന്നും അല്ലല്ലേ. വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിയ ഉണ്ണികൃഷ്ണൻ പലതവണ നാട്ടിലെത്തിയെങ്കിലും ഗ്രീമയെ കാണാതെ ബോധപൂർവം മടങ്ങി. ഒരു ഫോൺ സന്ദേശത്തിലൂടെ പോലും സുഖവിവരം ആരാഞ്ഞിരുന്നില്ല. ഗ്രീമയുടെ അച്ഛൻ ഒരു 3 മാസം മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ചേച്ചിയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവർ ഒരു റിലാക്സിന് വേണ്ടി ഈ ഫെബ്രുവരി 6 ഗ്രീമയുടെ ബർത്ത്ഡേ ആണ്. ഇവർ 14 എൻ്റെ കസിൻസ് എല്ലാ ലേഡീസാണ്. 14 പേര് ഇവർ മദ്രാസിൽ പോകാൻ വേണ്ടി ഇൻഡിഗോ ഫ്ലൈറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത്, ഈ മോളാണ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത്, അവിടെ റൂമും ബുക്ക് ചെയ്ത്, അവിടെ ട്രാവലറും അറേഞ്ച് ചെയ്ത്, ക്ഷേത്രങ്ങളിൽ പോകേണ്ട പ്ലാനും എല്ലാം തയ്യാറാക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മോളാണ്. ഇവർ 2 പേരും,
ചേച്ചിയും മകളും ഇതിന് യാത്ര പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഉണ്ണിയുടെ ബന്ധുവിൻ്റെ മരണവും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും ആണ് ഈ മരണത്തിന് മെയിനായിട്ട് കാരണമായത്. അവളുടെ അച്ഛൻ മരിച്ച് ഇവൻ നാട്ടിൽ വന്നിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഇവൻ ആദ്യമായിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു കോള് പോലും ഇവൻ ഇന്ന് വരെ ആ കുട്ടിയെ ചെയ്തിട്ടില്ല. 5 വർഷമായിട്ട് ഒരു മെസ്സേജ്, വാട്സപ്പിൽ പോലും ഒരു മെസ്സേജ് പോലും ഇവൻ ആ കുട്ടിക്ക് അയച്ചിട്ടില്ല. ഒരു ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടില്ല. 1 രൂപ ആ കുട്ടിയുടെ ആവശ്യത്തിനും പറഞ്ഞ് ചിലവിനും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അവർ തെളിവ് കാണിക്കട്ടെ, അവർ പറയുന്ന എല്ലാം അംഗീകരിക്കും. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം. അല്ല, ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇത്രയൊക്കെ സഹിച്ച് ഈ ഒരു പെണ്ണ് എന്തിനു തിന്നെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവർക്ക് എന്താ വീട്ടിൽ പോയി കൂടായിരുന്നു? അല്ല, ഇവനെ തന്നെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ കടിച്ചുകൂടി നിൽക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നു? അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇതിപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, നല്ല രീതിയിൽ നാറുന്നുണ്ട് സീരിയസ്ലി. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അവർക്ക് അയർലാൻഡിൽ എങ്ങനെയെങ്കിലും ചെന്ന് എത്തിപ്പെടാൻ വേണ്ടിയായിരിക്കാം, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെണ്ണിനെ കുറ്റം പറഞ്ഞ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, പലതും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത് വേണ്ടാന്ന് വെക്കാമായിരുന്നു. ഞാനൊരു കാര്യം പറയും, ഈ അഭിമാനം നോക്കി നിൽക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. ചില വീട്ടുകാരുടെ ഒരു സ്വഭാവം അങ്ങനെ. ഒരു പെണ്ണിനെ കെട്ടിച്ചങ്ങോട്ട് ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ വീട്ടിൽ വിട്ട് കഴിയുമ്പോൾ അവിടുത്തെ ചെക്കനും പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ വീട്ടുകാർ പറയുന്നത് അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് തീർക്കാൻ നോക്കുക, അതായിരിക്കും നല്ലത്, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു സപ്പോർട്ട് പോലും കൊടുക്കാത്ത കുറേ ഫാമിലി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ പണമുള്ള വീട്ടുകാർ, അവർ കൊടുക്കത്തില്ല. ഈ പണമുള്ള വീട്ടുകാരുടെ സ്ഥിരം പരിപാടിയാണിത്. മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇടപെടാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനോ ഒന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. അവർ തന്നെ തീർക്കട്ടെ, എന്തിനാണ് മൂന്നാമതൊരാൾ കയറി വരുന്നത് എന്നുള്ള രീതിയിലെ സംസാരമൊക്കെ. ചില വിഷയങ്ങളിലൊക്കെ സംസാരിക്കേണ്ട അടുത്ത് സംസാരിച്ചേ പറ്റൂ. ഇതുപോലെ ചിലവന്മാർ, വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു കഥ പറയുകയാണെന്ന് വെച്ചാൽ, അവർ ഭയങ്കര കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൻ ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. അറിയാലോ, ഒരു ആണിൻ്റെ നിന്ന് കിട്ടേണ്ട സ്നേഹം പോലും ആ പെണ്ണിന് കിട്ടുന്നില്ല. അവസാനം അവൾ അവിടെ വീട്ടിൽ ആ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കെൻ്റെ മോളെ വലുത്, കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു ധൈര്യമായിട്ട്. അവളിപ്പോൾ വന്ന് അന്തസ്സായിട്ട് ജീവിക്കുന്നു. അങ്ങനെ കുറേ പേരൻസ് ഉണ്ട് നല്ലവരായിട്ടുള്ള. ചില ആൾക്കാർ ഈ അഭിമാനം അങ്ങനെ 10, 200, 300 അവനൊക്കെ കൊടുത്ത് വിട്ടല്ലേ എൻ്റെ മോൾ ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ ഇപ്പം ആർക്ക് പോയി ഈ അഭിമാനവും അതും ഇതുമൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ് അവസാനം കൊണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമുണ്ട്, കുറേ നാറികൾ ഇറങ്ങിയിരിക്കും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെ തന്നെ പറയുന്നത്. ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇത്രയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ് മോനെ, പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കയ്യിൽ നിൽക്കണം, അതിന് ഈശ്വര അനുഗ്രഹം വേണമെന്ന് പറയും. സത്യമാണ്. ഇപ്പം ഈ കിടന്ന് പറയുന്നത് എന്തേലാണെങ്കിൽ പോലും 10 പൈസ വന്നു കഴിഞ്ഞാൽ ചിലപ്പം 9 പൈസയും പോകും. ചിലപ്പോൾ അതിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കും. നമുക്ക് ആ പണം ഒരു ആശ്രയം കിട്ടുന്ന അമ്പലത്തിൽ പോയി എന്തെങ്കിലും തൊഴുത് പ്രാർത്ഥിക്കുക, വീട്ടിൽ വരിക, അത് മാത്രം. പിന്നെ ഭാഗ്യം എന്തെങ്കിലും വരുമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ ഇവറ്റകൾക്കൊന്നും ക്ഷമയില്ലെന്നും മനസ്സിലായിട്ടുണ്ട്. അല്ല എന്തോ അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ചർച്ചാ വിഷയം മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ വിഷമത്തിന് വേണ്ടി ആത്മഹത്യയോ അതോ ഇതോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന കാരണം കൊണ്ട് എല്ലാവർക്കും ഒരു ചർച്ച ചെയ്യാനൊരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ നല്ലൊരു പയ്യനായിരുന്നു, നല്ലൊരു പെണ്ണായിരുന്നു, നല്ലൊരു ചെറുക്കനായിരുന്നു, ഇങ്ങനെ ചർച്ച ചെയ്യും. 3-ാമത്തെ ദിവസം ആൾക്കാരും മറന്നു പോകും. പിന്നെ ഒരു സഞ്ചാരത്തിന് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും, 16-ന് വന്നിട്ട് വന്ന് ആഹാരം കഴിച്ചിട്ട് പോകും. പിന്നെ അടുത്തോട്ട് ആണ്ടിന് വന്നിട്ടൊന്ന് വല്ലതും കഴിച്ചെല്ലാവരും ചിരിച്ച്. ഇപ്പം അതല്ല രസം. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ 16 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കൂടി സെറ്റൊക്കെ ചെയ്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു മരണത്തെ വീട്ടിൽ ഞാൻ പോയായിരുന്നു. അപ്പം ഒരു ഗ്രാൻഡ് മേ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ ഞാനിത് ചിരിച്ചുകൊണ്ട് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, UK നിന്ന് അവിടുന്ന് എല്ലാ ഫാമിലി വന്നു. ഞാൻ നോക്കുമ്പം അടക്കം ഇന്നാണെങ്കിൽ മുമ്പത്തെ ദിവസം അവർ സാധനങ്ങളെല്ലാം, കാരണം ഓരോരുത്തർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, സാധനം എന്ന് വെച്ചാൽ കുപ്പി സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇന്ന കുറേ പരിപാടി പാർട്ടി. കാരണം അവർക്കൊക്കെ ഒരു ഇതാണ്. ഇപ്പോഴത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല. ആർക്കും ആരോടും ഒരു സ്നേഹമോ ആത്മാർത്ഥതയൊന്നുമില്ല, സത്യം പറയാമല്ലോ. അതുകൊണ്ട് ഉള്ള സമയത്ത് ഉള്ളതൊക്കെ ഉണ്ടാക്കി കൈ വെച്ചുകൊണ്ടിരുന്ന അത്രയും കൂടെ നല്ലത്. ഞാൻ ആത്മാർത്ഥയോടെ പറയുകയാണ്. പിന്നെ പരമാവധി ആരെയും വിശ്വസിക്കാതിരിക്കുക, ആരെയും സ്നേഹിക്കാതിരിക്കുക. സ്നേഹം വേണം, നമുക്ക് 100 ഇരട്ടി തരുവാണെങ്കിൽ ഒരു 10 ഇരട്ടി തിരിച്ചു കൊടുക്കാം. കാരണം അങ്ങനെയാണ് കാലം. എനിക്ക് ഈ അടുത്ത സമയത്തെല്ലാം മനസ്സിലായത്. ഞാനൊരു പഠിച്ച് ചേച്ചൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവനിങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, ഇവരെ വരുന്നതിനെ പറ്റി അവിടെ പറ്റി കുറ്റം പറയുകയും പല കാര്യങ്ങളും അവിടെ മണ്ണ വിട്ട് വെച്ച് ഇവരെ അപമാനിച്ച് ഇറക്കി വിട്ടതായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ആ വിഷമത്തിലാണ് അവർ ഈ കടുങ്കൈ ചെയ്തത്. ഭാര്യാപിതാവിൻ്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല. അടുത്ത മാസം 6-ന് ബന്ധുക്കൾക്കൊപ്പം വിമാനയാത്ര നിശ്ചയിച്ചിരുന്ന ഗ്രീമ വേഗത്തിൽ മറ്റൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ്റെ പ്രകോപനമാണെന്നും ബന്ധുക്കൾ. അവന് ഈ സൗഹൃദങ്ങൾ തുടരാനാണ് അവന് താല്പര്യം. അവന് ഈ കുട്ടിയോടത്തിലുള്ള താല്പര്യം ഇല്ല. അതിനുവേണ്ടി അവൻ 100 കാര്യങ്ങളുണ്ടാക്കി ഇവളിൽ നിന്നും ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവൻ ആദ്യം തന്നെ ഒരിക്കൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് PhD കിട്ടണം, എനിക്ക് 6 മാസം നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം, അതുകൊണ്ട് 6 മാസം ഞാൻ എന്നെ കോൾ ചെയ്യത്തില്ല, വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് പോയവനാണ് ഈ 5 വർഷമായിട്ട്. ഈ 6 മാസം എന്ന് പറയുന്നത് ഇപ്പോൾ 5 വർഷമായി. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റെന്ന് തെളിയിക്കാനുള്ള വിവരങ്ങൾ കൈവശമുണ്ടെന്നും നിയമപരമായ എല്ലാ സാധ്യതകളും ഇതിനകം തേടിയിട്ടുണ്ടെന്നും ഗ്രീമയുടെ ബന്ധുക്കൾ പറഞ്ഞു. മനോരമ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെയൊക്കെ വന്ന ന്യൂസും കാര്യങ്ങളെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ പെൺകുട്ടി എന്താ പറയുക, പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. അനുഭവിച്ചെന്ന് വെച്ചാൽ അവന് വേണ്ടി കാത്തിരുന്നു, അങ്ങനെ തന്നെ പറയാം. കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര നിൽക്കുവാണെങ്കിൽ അച്ഛൻ്റെ അമ്മയെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്ത് കാണും. അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ മോളെ വിട്ടു പോരുത്, അങ്ങനെയാണ്, അഭിമാന പ്രശ്നമാണെന്ന് ചിലപ്പോൾ വീട്ടുകാരും പറഞ്ഞു കാണാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, മോൾ അങ്ങനെ നിന്ന് പോയപ്പോൾ 5-6 വർഷം വരെ ഒന്ന് ആലോചിച്ച് നോക്കി. 6 വർഷം എന്നൊക്കെ പറയുമ്പോഴേ, എന്നിട്ട് അവസാനം കൊണ്ട് ജീവിതം കളയുകയും ചെയ്തു. പക്ഷെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ഈ പണം നോക്കി കെട്ടിച്ച് വിടുന്ന കുറേ ആൾക്കാർ വലിയ നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ സത്യമായി പുട്ടുകുറ്റിക്കകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഒരു ന്യൂസും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കണേ. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ കേസിൽ മകൾ ഗ്രീമയെ ഭർത്താവ് നിരന്തരം വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതായി ബന്ധുക്കൾ. M.Tech വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗ്രീമ മോഡേൺ അല്ലെന്നും ഭാഗ്യമില്ലാത്തവളെന്നും ഭർത്താവ് ഉണ്ണികൃഷ്ണനും കുടുംബവും കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകി. 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞെന്നും പരാതിപ്പെട്ടു. മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ രാത്രിയോടെ തിരുവനന്തപുരത്തെത്തിക്കും. കമലേശ്വരം ശാന്തി ഗാർഡൻസിൽ സോമനന്ദനത്തിൽ SL സജിതയും മകൾ ഗ്രീമ S രാജും ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂരതകൾ പുറത്തുവരുന്നത്. M.Techകാരിക്ക് വിദ്യാഭ്യാസം കുറവെന്നായിരുന്നു IIT 1ാം റാങ്കുകാരനായ ഭർത്താവിന്റെ പരാതി. കൂടുതൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ ലഭിക്കുമായിരുന്നെന്ന് വീട്ടുകാരും പലതവണ കുറ്റപ്പെടുത്തി. പെൺകുട്ടി മോഡേൺ അല്ലെന്നും മോന എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും മോനാണുങ്ങളുടെ കൂടെ കിടന്നാലല്ലേ സുഖം വരുന്നുള്ളൂ. അതൊക്കെ വീട്ടിലെ അമ്മയ്ക്കും അനിയനും ചേട്ടനും ഒക്കെ അറിയാവോ. ഈ പറയുന്ന ഉണ്ണിയുടെ തന്തയ്ക്കാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. മോന് എത്ര വലിയ വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കൊണ്ട്, അവർക്ക് ഒട്ടും മോശമൊന്നുമില്ല അവിടെ വിദ്യാഭ്യാസമൊന്നും, കൊണ്ടുവന്നാലും അവൻ ആണുങ്ങളുടെ കൂടെ കിടന്നാലും അവൻ ഉറക്കം വരത്തുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അതാണ് അവന്റെ കുഴപ്പം. ഈ പെൺകുട്ടിക്ക് എന്താ കുഴപ്പം? ഇവർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. വിദ്യാഭ്യാസവും ഉണ്ട്, സൗന്ദര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്, മുതലും എല്ലാം ഉണ്ട്. ഇവൻ എന്താ പറയാ, ബോഡി ഷേമിങ് ആയിപ്പോ ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇപ്പൊ വലിച്ചു കിടപ്പുണ്ടല്ലോ. ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഭർത്താവ് നിരന്തരം കുറ്റം പറഞ്ഞു. 200 പവനും വീടും മറ്റു സ്വത്തുക്കളുമെല്ലാം ഏക മകൾക്ക് കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞുപോയെന്നായിരുന്നു ആക്ഷേപം. വിദേശത്തുള്ള ഉണ്ണികൃഷ്ണൻ ഫോൺ വിളിക്കുകയോ വിളിച്ചാൽ എടുക്കുകയോ ചെയ്തിരുന്നില്ല. 3 മാസം മുമ്പുണ്ടായ അച്ഛൻ രാജീവിന്റെ മരണത്തിന് പിന്നാലെ വിവാഹബന്ധത്തിലെ പൊരുത്തക്കേടുകളും ഗ്രീമയെയും അമ്മ സജിതയെയും തളർത്തി. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ പിടിയിലായ ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. ജീവനൊടുക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പിലും ഉണ്ണികൃഷ്ണനാണ് മരണകാരണമെന്ന് അമ്മയും മകളും എഴുതിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ. ഇവിടെ ചെക്കന്റെ ഭാഗത്താണ് തെറ്റും കാര്യങ്ങളും കൂടുതലെങ്കിൽ പോലും പെണ്ണെന്തിന് ഇത്രയും വെയിറ്റ് ചെയ്തെന്നു ദിവ്യ പ്രണയമോ. പക്ഷെ ആൾക്കാർ പല രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. നെഗറ്റീവ് പറയുന്നുണ്ട് ഇപ്പോൾ ആ കൊച്ചിനെ കുറിച്ച്. ഒക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ പറ്റിയാൽ മതി, അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഒഴിയാനാണെന്ന് അങ്ങനെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.